സൂപ്പർ സമയമാണ് അസ്രസ്കാരം. ഇപ്പം നോമ്പുറക്കാൻ അധിക സമയമൊന്നുമില്ല. പടച്ചോനെ ഈ മൊബൈൽ ഒരുപാട് ഉപയോഗങ്ങളുള്ള സാധനം കേട്ടോ. ഞാൻ അതിൻ്റെ ഉപകാരത്തെ നിഷേധിക്കുന്നില്ല. പരമാവധി റമദാൻ മാസത്തിൽ വലിച്ചെറിയണമെന്നൊന്നും ഞാൻ പറയില്ല. ഭയങ്കര ഷെറ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇന്നലെ രാത്രി ആയാൽ പോലും ഒന്ന് ആലോചിക്കുക, ജസ്റ്റ് ഒരു സാധനം നോക്കി വേഗം കിടക്കാമെന്ന് വിചാരിച്ച് തീരുമാനിച്ച ദിവസങ്ങളിൽ എന്തെങ്കിലും നമ്മൾ വിജയിച്ചിട്ടുണ്ടോ? നമ്മളെ പിശാച് ഇന്ന് തോപ്പിക്കണ ഒരു സാധനം അത് ഈ റമദാൻ മാസത്തിൽ അസറിൻ്റെ മകരിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, സൊറ പറയുന്ന സമയമാണ്, ടി വി കാണാൻ ആഗ്രഹിക്കുന്ന സമയം, മൊബൈൽ കൈമുന്നിൽ വന്നിട്ട് അതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയമാണ്. ആലോചിക്കണം, ശ്രദ്ധിക്കണം. ഈ ഏറ്റവും വിശിഷ്ടമായൊരു സമയം, അതായത് നോമ്പ് തുറക്കാനുള്ള സമയത്തിലേക്ക് അടുക്കുന്ന സമയം മോശമായ കാര്യങ്ങൾക്ക് എന്ത് ചെയ്ത് വിനിയോഗിക്കരുത്. മഗ്‌രിബ് നമസ്കാരമായാലോ, അതായത് ശരിക്കും അസറിൻ്റെ മഗ്‌രിബിൻ്റെ ഇടയിലൊരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടെ. എന്താണ് പ്രത്യേകത? നമ്മുടെ പ്രവർത്തനങ്ങളുടെ മികവ് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയമാണ്. അപ്പം ഞാനിവിടെ നിങ്ങളുടെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ചിന്തിച്ചാൽ മതി. അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും അള്ളാഹുവിൻ്റെ മുന്നിൽ എൻ്റെ അടിമ ചെയ്ത സൽക്കർമ്മങ്ങളെ നാഥൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് ഞാൻ തോറ്റുപോകാൻ പാടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആ സമയത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. പല ആളുകളും ആ നോമ്പിൻ്റെ എല്ലാ ഗരിമയും നഷ്ടപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണ് അത്. അങ്ങനെ മഗ്‌രിബിൻ്റെ സമയമായി, ബാങ്കിൻ്റെ സമയമായി, ബാങ്ക് കൊടുത്തു, വേഗം നോമ്പ് തുറന്നു. ഇതേപോലെ പള്ളിയിൽ വരിക, പള്ളിയിലെത്തി നമസ്കരിച്ചു. അങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അറബി പണ്ഡിതനോടൊരു ഫത്വ ചോദിക്കുകയാണ്. സോമാലിയയിൽ നിന്നുള്ള ഒരാളാണ് ചോദിക്കുന്നത്, സഹോദരൻ. അദ്ദേഹം ചോദിച്ചെന്താണെന്നറിയോ? ഭക്ഷണം കഴിക്കാതെയും ഇഫ്താറും അത്താഴവും അതിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്നാണ്. ഇത് കേട്ടിട്ട് ഈ പണ്ഡിതൻ ഇങ്ങനെ പൊട്ടിക്കരയാ. അദ്ദേഹം മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. നമ്മൾ ഭക്ഷണം ഒരുപാട് ഈ സമയത്ത് ഉപയോഗിക്കുന്ന ആളുകളാണ്. ആലോചിക്കണം. നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവരൊന്നും ഈ ലോകത്തില്ല. ഒരുപാട് പേരുണ്ട്. കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടാത്തവർ മാത്രമല്ല, അവരുടെ ജീവൻ നിലനിർത്താൻ കഴിയാത്തതാണ്. എന്താ അദ്ദേഹം ചോദിച്ചത് ആ സഹോദരൻ? ഫുതൂർ, നോമ്പ് തുറക്കുന്നത് ഭക്ഷണമില്ലാതെയും നോമ്പ് തുറന്നതിൻ്റെ കൂലി കിട്ടുമോ? അത്താഴം അതില്ലാതെ അതിൻ്റെ കൂലി കിട്ടുമോ എന്ന് ചോദിച്ചത് സോമാലിയ. നമ്മൾ ആ നാടിനെ കുറിച്ചൊക്കെ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോഴും